ശ്രീകൃഷ്ണ ഭഗവാന്റെ ജന്മസ്ഥലം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുമാതിരിപ്പെട്ട ഹിന്ദുക്കൾക്കൊന്നും അതിൽ ഒരു സംശയമില്ലാതെ തന്നെ എല്ലാവർക്കും പറയാൻ പറ്റും ശ്രീകൃഷ്ണ ഭഗവാന്റെ ജന്മസ്ഥലം ഉത്തർപ്രദേശിലെ മധുരയാണെന്ന്. പക്ഷേ ശ്രീകൃഷ്ണ ഭഗവാന്റെ സ്വർഗ്ഗാരോഹണത്തിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ആ കഥകളൊക്കെ എല്ലാവർക്കും അറിയായിരിക്കും. പക്ഷേ ആ സ്ഥലം ഏതാണെന്നതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ളൊരാശയം നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കണമെന്നില്ല. ഗുജറാത്തിലെ സോമനാഥ ക്ഷേത്രത്തിന് അടുത്തുള്ള ഭാൽക്ക തീർത്ഥം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ് ശ്രീകൃഷ്ണ ഭഗവാൻ അദ്ദേഹത്തിൻ്റെ ദേഹം ത്യജിക്കുന്നത്. ഭാരതത്തിലെ 12 ജ്യോതിർലിംഗ ക്ഷേത്രങ്ങളിലൂടെയുള്ള യാത്രയുടെ ഭാഗമായിട്ടാണ് ഞാൻ ഗുജറാത്തിലെ സോമനാഥ ക്ഷേത്രത്തിലെത്തുന്നത്. സോമനാഥ ക്ഷേത്രത്തിൽ നിന്ന് ഒരു 5 കിലോമീറ്റർ മാത്രം അകലെയായിട്ടാണ് ഈ ഭാൽക്ക തീർത്ഥം സ്ഥിതി ചെയ്യുന്നത്. ഈ ഭാൽക്ക തീർത്ഥവും അതുപോലെ തന്നെ ശ്രീകൃഷ്ണ ഭഗവാന്റെ സ്വർഗ്ഗാരോഹണവുമായി ബന്ധപ്പെട്ട കഥകളിൽ ഉള്ള പല സ്ഥലങ്ങളിലൂടെയും നമ്മൾ യാത്ര ചെയ്യുന്നുണ്ട്. 12 ജ്യോതിർലിംഗ ക്ഷേത്രങ്ങളിൽ നമ്മുടെ യാത്രയിലെ 8ാമത്തെ ജ്യോതിർലിംഗ ക്ഷേത്ര ദർശനമാണ് നമ്മൾ ഇന്നലെ പൂർത്തീകരിച്ചത്. സോമനാഥ ജ്യോതിർലിംഗ ദർശനം നമ്മൾ ഇന്നലെ രാത്രിയിലാണ് നടത്തിയത്. അതിനുശേഷം ഇന്നിപ്പം നമ്മൾ സോമനാഥ ക്ഷേത്രത്തിന് ചുറ്റുവട്ടത്തായിട്ടുള്ള കാഴ്ചകൾ കാണുവാനായിട്ടുള്ള ഒരു പരിപാടിയാണ് നോക്കുന്നത്. ഇവിടെ നിന്ന് ബസ് സർവീസ് ഉണ്ടെന്നാണ് അറിയാനായിട്ട് സാധിച്ചത്. രാവിലെയും വൈകിട്ടുമാണ് ബസ് സർവീസ് ഉള്ളത്. എനിക്ക് രാവിലത്തെ ബസ് മിസ്സായി. 7:30 കണ്ടാണ് രാവിലത്തെ ബസ് പോകുന്നത്. ഈ സൈറ്റ് സീയിങ്ങിനായിട്ട് വളരെ 30-40 രൂപ ഉണ്ടായിരുന്നുള്ളൂ. ആ ബസ് എനിക്ക് കിട്ടിയില്ല. വൈകിട്ടത്തെ ബസ്സിന് നോക്കിയിരുന്നു കഴിഞ്ഞാൽ എനിക്ക് വൈകുന്നേരം തിരിച്ച് ഇനി അടുത്ത ദ്വാരകയ്ക്ക് പോകാനുള്ള ട്രെയിനും മിസ്സാകും. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ ഒരു ഓട്ടോ വിളിച്ചിട്ട് ഈ സ്ഥലങ്ങളിലൂടെയൊക്കെ പോകാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഇവിടെ എന്താണ് ഓട്ടോയും കാണുന്നത് തിരക്ക് തീരെ കുറവാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഓട്ടോ ഇങ്ങനെ ഷെയർ ഓട്ടോകളൊന്നും കിട്ടുന്ന ലക്ഷണമില്ല. അങ്ങനെ കുറച്ചു നേരം നോക്കുന്നത് നമുക്ക് ലത്തീഫ് എന്ന് പറയുന്ന ഒരു ചേട്ടനെ കിട്ടി. ഓട്ടോ നമ്മുടെ ഇവിടുത്തെ നാട്ടിലേക്ക് പോലത്തെ ഒരു ഓട്ടോയാണ്. അപ്പോൾ ഓട്ടോയ്ക്ക് നമ്മൾ സോമനാഥം സൈറ്റ് സീയിങ്, സോമനാഥത്തിൻ്റെ ക്ഷേത്രത്തിൻ്റെ ചുറ്റുവട്ടത്തുള്ള കാഴ്ചകൾ കാണുവാനായിട്ട് പോവുകയാണ്. കുറേ അധികം സ്ഥലങ്ങളുണ്ട്. ഏകദേശം ഒരു 2 മണിക്കൂർ നേരത്തെ യാത്രയുണ്ടെന്നാണ് ഈ ലത്തീഫ് ചേട്ടൻ പറയുന്നത്. അപ്പം 650 രൂപയാണ് അദ്ദേഹം പറഞ്ഞത്. ഞാനത് പറഞ്ഞൊരു 450 രൂപ ആക്കിയിട്ടുണ്ട്. ശ്രീകൃഷ്ണ ഭഗവാന്റെ സ്വർഗ്ഗാരോഹണവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് 3 സ്ഥലങ്ങളാണ് ഇവിടെ ഉള്ളത്. ഒന്ന് ശ്രീകൃഷ്ണന് ഈ വേടൻ്റെ അമ്പ് ഏൽക്കുന്ന സ്ഥലം, 2 ശ്രീകൃഷ്ണന് സ്വർഗ്ഗാരോഹണം ചെയ്യുന്ന സ്ഥലം. ഈ അമ്പേറ്റ സ്ഥലത്ത് നിന്ന് കുറച്ച് ദൂരെ ശ്രീകൃഷ്ണൻ നടന്നു പോയിട്ടാണ് അവിടെ നിന്നാണ് ശ്രീകൃഷ്ണൻ സ്വർഗ്ഗാരോഹണം ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ വേടന് അമ്പ് ചെയ്യുന്ന സ്ഥലം. ഇങ്ങനെ 3 സ്ഥലങ്ങളുണ്ട്. ഇപ്പം നമ്മൾ എത്തിയിരിക്കുന്നത് ശ്രീകൃഷ്ണ ഭഗവാന് ഈ വേടൻ്റെ അമ്പ് ഏൽക്കുന്ന ഭാൽക്ക തീർത്ഥം എന്ന് പറയുന്നൊരു സ്ഥലത്താണ്. അവിടെ ഇപ്പം നല്ല ഭംഗിയായിട്ടൊരു ക്ഷേത്രമൊക്കെ ഇവിടെ പണി കഴിപ്പിച്ചിട്ടുണ്ട്. ശ്രീകൃഷ്ണ ഭഗവാന്റെ സ്വർഗ്ഗാരോഹണവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഈ കഥകളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാതിരിക്കാം. ഒരു വേടൻ്റെ അമ്പേറ്റിട്ടാണ് ഭഗവാൻ മരിക്കുന്നത്. അതുപോലെ തന്നെ അത് ഈ മഹാഭാരതത്തിലെ 16ാമത്തെ പർവ്വമായിട്ടുള്ള മൗസല പർവ്വം എന്ന് പറഞ്ഞൊരു പർവ്വമുണ്ട്. അവിടെയാണ് ശ്രീകൃഷ്ണ ഭഗവാന്റെ സ്വർഗ്ഗാരോഹണത്തെക്കുറിച്ചുള്ള കഥകൾ പറയുന്നത്. ശ്രീകൃഷ്ണ നമ്മളിപ്പോൾ ഈ കാണുന്ന സ്ഥലത്ത് ഇതിനകത്ത് വെച്ചിട്ട് അകത്ത് ആണ് ഇതിൻ്റെ വിഗ്രഹങ്ങളും കാര്യങ്ങളും ഒക്കെ ഉള്ളത്. ഇവിടെ ശ്രീകൃഷ്ണൻ ഭഗവാന് തൻ്റെ അവതാര ദൗത്യമൊക്കെ പൂർത്തിയാക്കി കാട്ടിൽ വന്നിരുന്ന് വിശ്രമിക്കുന്ന സമയത്ത് ഒരു വേടന് ശ്രീകൃഷ്ണ ഭഗവാന്റെ പാദം കണ്ടിട്ട് മാനായിരിക്കുമെന്ന് ഓർത്തുകൊണ്ട് ദൂരെ നിന്ന് മറഞ്ഞു നിന്ന് അമ്പ ചെയ്തെന്നാണ് നമ്മൾ പുരാണങ്ങളിൽ കാണുന്ന കഥ. നമ്മുടെ തൊട്ട് മുന്നിൽ ഈ ചെറിയ ശ്രീകോവിലിനകത്ത് കാണുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് ശ്രീകൃഷ്ണ ഭഗവാൻ വേടൻ്റെ അമ്പ് ഏൽക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ ഒരു ആൽമരമുണ്ട്. ഈ ആൽമരത്തിൻ്റെ ചുവട്ടിൽ ശ്രീകൃഷ്ണൻ ഇരിക്കുമ്പോഴാണ് അമ്പ് ചെയ്യുന്നതെന്നാണ് നമുക്ക് പുരാണങ്ങൾ കാണാൻ സാധിക്കുന്നത്. ആ ആൽമരം തന്നെയാണ് ഇപ്പോൾ ഇവിടെ ഉള്ളതെന്നാണ് വിശ്വസിക്കുന്നത്. ആ ആൽമരം തന്നെയല്ല, ആ ആൽമരത്തിൻ്റെ വേരിൽ നിന്ന് വീണ്ടും വീണ്ടും പൊട്ടി മറ്റ് ആൽമരങ്ങൾ വളർന്നു വരുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു സൈഡിലായിട്ട് നമുക്ക് ഒരു ആ വേടൻ്റെ ഒരു വിഗ്രഹമുണ്ട്. വേടൻ ഇങ്ങനെ അമ്പ് ചെയ്തതിൽ ശ്രീകൃഷ്ണ ഭഗവാനോട് ക്ഷമ ചോദിക്കുന്ന ഒരു ഇത് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇവിടെ. ഈ രാമായണ കഥയിലെ ബാലിസുഗ്രീവ യുദ്ധം നടക്കുന്ന സമയത്ത് ശ്രീരാമന് ഒളിഞ്ഞിരുന്ന് ബാലിയെ അമ്പ് ചെയ്ത് കൊല്ലുന്ന കഥ നമ്മളെല്ലാം കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ കടം വീട്ടാൻ വേണ്ടിയിട്ട് ബാലി തന്നെയാണ് ഈ ദ്വാപരയുഗത്തിൽ ഈ വേടനായിട്ട് പുനർജനിക്കുന്നതെന്നും അപ്പോൾ ശ്രീരാമൻ്റെ അടുത്ത അവതാരമായിട്ടുള്ള ശ്രീകൃഷ്ണനെ അങ്ങനെ അമ്പ് ചെയ്ത് ആ യുഗത്തിലെ കടം വീട്ടുന്നതാണെന്നും കഥയിൽ പറയുന്നുണ്ട്. നമ്മളിപ്പം ശ്രീകൃഷ്ണ ഭഗവാന്റെ ജനന സ്ഥലമായിട്ടുള്ള മധുരയും കണ്ടു കഴിഞ്ഞു. മധുരയെക്കുറിച്ച് നമ്മൾ വളരെ വിശദമായിട്ടുള്ള പല വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോകളൊക്കെ കാണാത്തവർ ചാനലിൽ ആ വീഡിയോകളും കൂടെ ഒക്കെ കാണണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാന്റെ സ്വർഗ്ഗാരോഹണം നടന്ന സ്ഥലവും ശ്രീകൃഷ്ണൻ്റെ ദേഹത്യാഗം നടന്ന സ്ഥലവും കണ്ടു. അതുപോലെ തന്നെ നാളെ നമ്മളിപ്പോൾ ഇനിയിപ്പം ശ്രീകൃഷ്ണൻ്റെ രാജധാനി ആയിട്ടുള്ള രാജാവായിട്ട് ശ്രീകൃഷ്ണൻ വസിച്ച ദ്വാരകയിലേക്ക് പോകുന്നുണ്ട്. ഇവിടെ ഇരുന്ന് ഈ അമ്മമാരൊക്കെ ഇരുന്നിട്ട് പാട്ട് പാടുന്നതൊക്കെയാണ്. ഇത് എനിക്ക് തോന്നുന്നത് ഇവിടെ പ്രാദേശികമായിട്ടുള്ള ആൾക്കാരാണെന്ന് തോന്നുന്നു. നമ്മൾ മുമ്പേ കയറി കണ്ട പ്രധാന ക്ഷേത്രത്തിൻ്റെ വെളി വശത്താണ് നമ്മളുള്ളത്. ആ ആൽമരമൊക്കെ നമ്മൾ കണ്ട അതിനകത്താണ്. അപ്പോൾ ഇനി ഇവിടെ ചുറ്റുവട്ടത്ത് വേറെ കുറച്ച് ക്ഷേത്രങ്ങളും മൂർത്തികളും കൂടിയൊക്കെ ഉണ്ട്. അപ്പം അതുപോലെ ഈ ക്ഷേത്രത്തെ ഇതിനെക്കുറിച്ചുള്ള ഈ ശ്രീകൃഷ്ണ ഭഗവാന്റെ സ്വർഗ്ഗാരോഹണത്തെക്കുറിച്ചുള്ള കഥകളൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കഥകളായതുകൊണ്ടാണ് ഞാനതിലിട്ടൊന്നും കൂടുതൽ കടക്കാത്തത്. അപ്പോൾ ഇവിടെ നമുക്ക് അത്യാവശ്യം ചെറിയ ചെറിയ ക്ഷേത്രങ്ങളും ഒക്കെ ഉണ്ട്. ചെറിയ ചെറിയ ശ്രീകോവിലുകൾ, മറ്റ് ഉപദേവതാ പ്രതിഷ്ഠകളും ഒക്കെയാണ് ഇവിടെ ഉള്ളത്.
ഭാൽക്ക തീർത്ഥത്തിൽ നിന്ന് നമ്മൾ അടുത്തതായിട്ട് പോകുന്നത് ഈ വേടന ശ്രീകൃഷ്ണ ഭഗവാനെ അമ്പെയ്തത് ഇവിടെ വെച്ചിട്ട് ആണെന്നാണ് വിശ്വസിക്കുന്നത്. ഇവിടെ ഇരുന്നു കൊണ്ടാണ് ഭഗവാനെ ഉന്നം വെച്ച് അമ്പെയ്യുന്നതെന്നാണ് പറയുന്നത്. ഈ സ്ഥലം അറിയപ്പെടുന്നത് ബാണഗംഗ എന്നാണ് അറിയപ്പെടുന്നത്. ഇവിടുന്ന് അമ്പെയ്തുകൊണ്ടായിരിക്കും ബാണഗംഗ എന്നാണ് ഈ സ്ഥലം അറിയപ്പെടുന്നത്. ഇതിവിടെ അറബിക്കടലിൻ്റെ തീരത്തായിട്ടുള്ള ഒരു സ്ഥലമാണ്. ഇവിടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ വേടന അമ്പെയ്തു എന്നുള്ളതല്ലാതെ വേറൊരു പ്രത്യേകത ഇവിടെ 5 ശിവലിംഗങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. കടലിനുള്ളിൽ 5 ശിവലിംഗങ്ങൾ കാണാനായിട്ട് സാധിക്കും. ഈ ശിവലിംഗങ്ങളെല്ലാം സ്വയംഭൂ ശിവലിംഗങ്ങളാണെന്നാണ് പറയുന്നത്. പക്ഷേ ഇവിടെ ഇപ്പം ഞാൻ വന്ന സമയത്ത് വെള്ളം കൂടുതലായതുകൊണ്ട് ആയിരിക്കാം 2-3 ശിവലിംഗങ്ങളെ കാണാനായിട്ട് പറ്റുന്നുള്ളൂ. 5 ശിവലിംഗങ്ങൾ ഇവിടെ കാണാൻ പറ്റും എന്നാണ് പറയുന്നത്. നമ്മുടെ ഓട്ടോക്കാരൻ ലത്തീഫിയായിട്ടാണ് എനിക്ക് കഥകൾ മുഴുവൻ പറഞ്ഞു തരുന്നത്, ഓരോ സ്ഥലത്തിൻ്റെ പ്രത്യേകതകളും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ. ഇവിടെ ഇങ്ങനെ ശിവലിംഗങ്ങളുണ്ടെന്നുള്ള കാര്യമൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. അപ്പോൾ അദ്ദേഹമാണ് ഇത് പറഞ്ഞു തരുന്നത്. ഇപ്പം ചില സമയത്ത് ഈ ശിവലിംഗം വീണ്ടും വെള്ളം കയറി വരും, ഇത് വീണ്ടും മൂടിപ്പോകും ഈ വേലിയേറ്റം ഒക്കെ വരുന്ന സമയത്ത്. ഇവിടെ ഒരു ചേച്ചിയും ചേട്ടനും കൂടി ഇങ്ങനെ കടലിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങൾ, കടലിൽ നിന്നുള്ള ചെറിയ ചെറിയ ശംഖുകളും മുത്തും അങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ കണ്ടിട്ടില്ലാത്ത ഞാനിതുവരെ കണ്ടിട്ടില്ലാത്ത പല സാധനങ്ങളുണ്ട്. ഈ കളറൊക്കെ ഉള്ള സാധനങ്ങൾ, ഇതൊന്നും എന്താണെന്നൊന്നും പിടികിട്ടുന്നില്ല. അപ്പോൾ ഇങ്ങനെ ഇവിടെ ഇങ്ങനെയുള്ള കച്ചവട സാധനങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഞാൻ ഈ വീഡിയോ ഒക്കെ പിടിക്കുന്ന കേട്ടോണ്ട് ചേട്ടൻ എന്നെ ശംഖുമൊക്കെ ഒന്ന് വായിച്ച് കേൾപ്പിച്ചു. ഇവിടെ കണ്ടോ, അവിടെ ആ ചേച്ചിയുടെ അടുത്തിരിക്കുന്നത് ഗൂഗിൾ പേ സംവിധാനമാണ്, നമ്മുടെ QR കോഡ് സംവിധാനമൊക്കെ ഉണ്ട് ഈ ഇത്രയും ചെറുകിട കച്ചവടക്കാർക്കും. നമ്മൾ ആ ബാണഗംഗയുടെ അടുത്ത് നിന്ന് കുറച്ച് ദൂരെയായിട്ടാണ് ഇത് കാണുന്ന ഹിരൺനദിയാണ്. ഈ ഹിരൺനദിയുടെ തീരത്ത് വെച്ചിട്ടാണ് ഭഗവാന് സ്വർഗാരോഹണം ചെയ്യുന്നത് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. നമുക്ക് ബാൺഗംഗയുടെ അവിടെ നിന്നാണ് ശ്രീകൃഷ്ണനിട്ട് വേടന് അമ്പ് എയ്യുന്നത്. അവിടെ നിന്ന് അമ്പ് കൊള്ളുന്ന സ്ഥലമാണ് നമ്മൾ ബാൽക്ക തീർത്ഥം കണ്ടത്. ശ്രീകൃഷ്ണ ഭഗവാൻ അവിടെ നിന്ന് ഇവിടെ വന്നിട്ട് ഇവിടെ വെച്ചിട്ടാണ് ദേഹത്യാഗം ചെയ്യുന്നതെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അപ്പോൾ ഇതാണ് ശരിക്ക് ശ്രീകൃഷ്ണ ഭഗവാൻ സ്വർഗാരോഹണം ചെയ്ത സ്ഥലം ഇതാണ്. ഈ സ്ഥലം ഗോലോക് ധാം എന്നാണ് അറിയപ്പെടുന്നത്. ഇവിടെ ചെറുതും വലുതുമായിട്ടും അതുപോലെ പഴയതും പുതിയതുമായിട്ടൊക്കെയുള്ള അനേകം ചെറിയ ക്ഷേത്രങ്ങൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഇതെല്ലാം അടച്ചിട്ടിരിക്കുകയാണ്. ഇവിടെ നിന്നും അങ്ങനെ ആൾക്കാർ ഒന്നും ഇങ്ങോട്ട് കൂടുതലൊന്നും വരുന്ന ഒരു സ്ഥലമാണെന്ന് തോന്നുന്നില്ല. ഇവിടെ നമുക്ക് ശ്രീകൃഷ്ണൻ്റെ പാദങ്ങൾ കാണാനായിട്ട് പറ്റും. ശ്രീകൃഷ്ണൻ്റെ സ്വർഗാരോഹണം ചെയ്യുന്ന സമയത്ത് ശ്രീകൃഷ്ണൻ്റെ പാദങ്ങൾ പതിഞ്ഞ സ്ഥലമാണിതെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഈ ഗോലോക് ധാമിൽ തന്നെ ഇവിടെ ഒരു ഗീതാ ക്ഷേത്രം കാണാൻ പറ്റും. ഗീതാ മന്ദിർ എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഇവിടെ ഇതിനകത്ത് തൂണുകളിലൊക്കെ ഈ ഭഗവത്ഗീത എഴുതി വെച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതിനകത്തോട് കയറി നോക്കും. ഇവിടെയൊക്കെ തീരെ എനിക്ക് തോന്നുന്നത് നല്ല ചൂട് സമയമായതുകൊണ്ടാണെന്ന് തോന്നുന്നു ആൾ തീരെ കുറവാണ്. ഇവിടെ ഭഗവത്ഗീതയാണെന്ന് തോന്നുന്നു എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഓരോ അധ്യായങ്ങൾ തിരിച്ചിട്ടൊന്നുമല്ല, ഭഗവത്ഗീതയിൽ ഓരോ ഭാഗങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഇതാണ് ഈ ഗോലോക് ധാമിലുള്ള ഗീതാമന്ദിർ എന്ന് പറയുന്നത്. ഇവിടെ തന്നെയുള്ള മറ്റൊരു ക്ഷേത്രമാണ് ബൽദേവ്ജി മന്ദിരം, ബൽദേവ്ജി ഗുഹ എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഇവിടെ ഒരു ഗുഹയുണ്ടെന്നാണ് തോന്നുന്നത്. അവിടെ ഈ കാണുന്നത് ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് ഗുഹ എന്ന് പറഞ്ഞാൽ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയൊരു ഗുഹ പോലെയൊക്കെയാണ് തോന്നുന്നത്. ഇവിടെ കണ്ടില്ല ഈ ഗോലോക് ധാമിൽ ഞാനിപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഇവിടെ അനേകം ചെറിയ ക്ഷേത്രങ്ങൾ നമുക്ക് കാണാനായിട്ട്. ഇതൊരു ലക്ഷ്മി നാരായണ ക്ഷേത്രം എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഇവിടെ കാശി വിശ്വനാഥ ക്ഷേത്രം എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. അങ്ങനെ ഇത് ഒരു ചെറുതാണെങ്കിലും ഇങ്ങനെ എല്ലാ ദൈവങ്ങളുടെയൊക്കെ പ്രതിഷ്ഠകൾ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഇതാണ് ശ്രീകൃഷ്ണ ഭഗവാൻ സ്വർഗാരോഹണം ചെയ്ത ഗോലോക് ധാം എന്ന് പറയുന്ന സ്ഥലം. ഗോലോക് ധാമിൽ നിന്ന് കുറച്ച് ദൂരെയായിട്ടുള്ള ഒരു സ്ഥലമാണ് ഒരു സൂര്യക്ഷേത്രം. ദൂരെ എന്ന് പറഞ്ഞാൽ ഒരു 2-3 കിലോമീറ്റർ കാണും. ഒരു സൂര്യക്ഷേത്രമാണ്. ഇത് കണ്ടിട്ട് വളരെ പുരാതനമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ്. ചെങ്കല്ല് പോലത്തെ കല്ലുകൊണ്ട് പണിതിരിക്കുന്നത്. ഇതിൻ്റെ അടുത്തായിട്ട് ഒരു കുളം കാണാം. ഒരു സൂര്യകുണ്ടെന്നോ എന്താണ് എഴുതി വെച്ചിരിക്കുന്നത്. ഇവിടെ ഇതുണ്ട്. ഇത് വളരെ കണ്ടിട്ട് ഒത്തിരി പഴക്കമുള്ളൊരു ക്ഷേത്രമായിട്ടാണ്. ഇവിടെ പൂജയോ കാര്യങ്ങളോ അങ്ങനെ കൂടുതൽ ആൾക്കാരൊന്നും ഇവിടെ ഈ ക്ഷേത്രം സന്ദർശിക്കാനായിട്ടൊന്നും വരുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല. ഇവിടെ പാണ്ഡവ ഗുഹ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഗുഹയുണ്ട് ഈ സൂര്യക്ഷേത്രത്തിനോട് ചേർന്ന് തന്നെ. ഇത് താഴോട്ട് ഇറങ്ങി പോകുമ്പോൾ അവിടെ ഒരു ഗുഹയുണ്ടെന്നാണ് പറയുന്നത്. ഇപ്പം ഗുഹ കണ്ടിട്ട് ഇത് ഒരു ഗുഹയുടെ ഒരു ഫീലൊന്നും തോന്നുന്നില്ല. സാധാരണ ആ ഒരു ഇങ്ങനെ ടൈലൊക്കെ ഇട്ട് നല്ല രീതിയിലാണ് ഇതിരിക്കുന്നത്. അപ്പോൾ ഇവിടെ പഞ്ചപാണ്ഡവർ ഇവിടെ അജ്ഞാതവാസക്കാലത്ത് സമയത്ത് ഇവിടെ വന്ന് താമസിച്ചെന്നാണ് പറയുന്നത്. അടുത്തായിട്ട് നമ്മൾ വന്നിരിക്കുന്നത്, നമ്മളിപ്പം യാത്രയൊക്കെ കഴിഞ്ഞിട്ട് സോമനാഥ ക്ഷേത്രത്തിനോട് വീണ്ടും അടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇവിടെ ഒരു ശ്രീരാമക്ഷേത്രമാണുള്ളത്. ഇത് വളരെ പുതുതായിട്ട് പണിതാണെന്ന് തോന്നുന്നു. ഒരു 5-8 വർഷം കൊണ്ടായിട്ടേ ഉള്ളെന്ന് തോന്നുന്നു ഈ ക്ഷേത്രം പണിതൊരു ശ്രീരാമ ക്ഷേത്രമാണ്. ഇത് സാമാന്യം വലുപ്പമുള്ളൊരു ക്ഷേത്രമാണ്. ഈ ക്യാമറ കൊണ്ട് അകത്തോട്ട് കയറാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ അകത്തോട്ട് കയറുന്നില്ല. ഇതിൻ്റെ ചുറ്റും വെറുതെ ഒരു പ്രദക്ഷിണം വെക്കാനാണ് ഉദ്ദേശിക്കുന്നത്.
നമ്മൾ ക്ഷേത്രത്തിന് പ്രദക്ഷിണം ചെയ്ത് വരുമ്പോഴിങ്ങനെ ക്ഷേത്രത്തിൻ്റെ പുറകിലായിട്ട് ഇങ്ങനെ ശിവലിംഗങ്ങളോ അങ്ങനെയുള്ള ചെറിയ ചെറിയ പ്രതിഷ്ഠകളൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. നമ്മളിപ്പോൾ കണ്ടതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലങ്ങളെന്ന് പറയുന്നത് ആ ശ്രീകൃഷ്ണ ഭഗവാന്റെ സ്വർഗ്ഗാരോഹണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള 3 സ്ഥലങ്ങളാണ് ഏറ്റവും പ്രാധാന്യമുള്ള സ്ഥലങ്ങൾ. മറ്റു സ്ഥലങ്ങളൊക്കെ നമ്മളിവിടെ വന്നപ്പോൾ കാണുന്നതേ ഉള്ളൂ. അടുത്തതായിട്ട് നമ്മൾ വന്നിരിക്കുന്നത് 3 നദികൾ സംഗമിക്കുന്ന ഒരു സ്ഥലമാണ്. കപില നദി, ഹിരൺ നദി, അതുപോലെ തന്നെ സരസ്വതി നദി. സരസ്വതി നദി എനിക്കറിയത്തില്ല, ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന അതേ സരസ്വതി നദി തന്നെയാണോ എന്നറിയത്തില്ല. ഇവിടെ സരസ്വതി നദിയാണെന്നാണ് പറയുന്നത്. അങ്ങനെ ഈ 3 നദികൾ സംഗമിക്കുന്ന സ്ഥലമാണ് ഇത്. ഈ നദികൾ സംഗമിക്കുന്ന സ്ഥലമൊക്കെ നമ്മുടെ പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലുമൊക്കെ വളരെ പുണ്യസ്ഥലമായിട്ടാണ് കരുതുന്നത് നമ്മൾ നദികൾ സംഗമിക്കുന്ന സ്ഥലം. അതുകൊണ്ട് തന്നെ ഈ സോമനാഥ ക്ഷേത്രം ഇരിക്കുന്ന സ്ഥലം, സോമനാഥ ക്ഷേത്രമൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ വളരെ പുണ്യസ്ഥലമായിട്ട് പ്രഭാസ് തീർത്ഥം എന്നുള്ള പേരിൽ ഈ സ്ഥലം നമ്മുടെ വേദകാലഘട്ടം മുതൽ തന്നെ അറിയപ്പെട്ടിരുന്ന ഒരു തീർത്ഥമായിരുന്നെന്നും പറയുന്നുണ്ട്. അടുത്തായിട്ട് നമ്മൾ വരുന്ന ഒരു ശിവക്ഷേത്രമാണ്, കാമനാഥ ശിവക്ഷേത്രം എന്നാണ് തോന്നുന്നു പേര്. അപ്പോൾ ഇവിടെ ഈ 12 ജ്യോതിർലിംഗങ്ങളുടെയും ചെറിയ പ്രതിഷ്ഠകൾ ഇതിനകത്ത് ഉണ്ടെന്നാണ് പറയുന്നത്. അകത്തോട്ട് ക്യാമറ കയറ്റാൻ പറ്റില്ല, നമ്മൾ അകത്തോട്ട് കയറുന്നില്ല. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 2 മണിക്കൂർ കൊണ്ട് സോമനാഥ ക്ഷേത്രത്തിൻ്റെ അടുത്തുള്ള തീർത്ഥങ്ങളും മറ്റ് പുണ്യസ്ഥലങ്ങളും ഒക്കെ കവർ ചെയ്തിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ 450 രൂപ ഒട്ടും കൂടുതലല്ല. ഞാൻ കുറച്ചും കൂടെ ഒരു 50 രൂപയും കൂടെ കുറയ്ക്കാൻ നോക്കിയിട്ട് രക്ഷയില്ല, ചേട്ടൻ സമ്മതിക്കുകയില്ല. അങ്ങനെ നമ്മൾ 2 ദിവസം കൊണ്ട് ഏകദേശം സോമനാഥ ക്ഷേത്രത്തിൻ്റെ ചുറ്റുവട്ടത്തുള്ള കാഴ്ചകളുമൊക്കെ കണ്ടു കഴിഞ്ഞു. ഞാൻ ശരിക്കും ഇന്ന് രാത്രിക്കത്തേനും കൂടെ ഉള്ള റൂമിനുള്ള പൈസ കൊടുത്തായിരുന്നു. റൂമിനുള്ള പൈസ എന്ന് പറഞ്ഞാൽ 90 രൂപയുള്ളൂ. റൂമല്ല, ഡോർമെറ്ററിയാണ്. അപ്പോൾ എന്താണെങ്കിലും കാഴ്ചകളൊക്കെ കണ്ടു തീർന്ന സ്ഥിതിക്ക് ഇനി വൈകുന്നേരം 9 മണിക്ക് ഇവിടുന്ന് ദ്വാരകയ്ക്ക് ഒരു ട്രെയിനുണ്ട്. ആ ട്രെയിൻ കിട്ടുകയാണെങ്കിൽ, ആ ട്രെയിൻ ടിക്കറ്റ് കിട്ടുകയാണെങ്കിൽ ഇവിടുന്ന് ഇന്ന് രാത്രിയിൽ തന്നെ നമ്മൾ ദ്വാരകയ്ക്കുള്ള യാത്ര തിരിക്കും. നമ്മൾ ദ്വാരകയ്ക്കുള്ള യാത്ര പ്ലാൻ ചെയ്യാൻ കാരണം അവിടുത്തെ ഒരു ജ്യോതിർലിംഗ ക്ഷേത്രമുണ്ട്, നാഗേശ്വരം എന്ന് പറഞ്ഞൊരു ജ്യോതിർലിംഗ ക്ഷേത്രമുണ്ട്. പക്ഷേ നമ്മൾ ദ്വാരകയിലെ മറ്റു കാഴ്ചകളും നമ്മൾ കാണുന്നുണ്ടാവും. ദ്വാരകാധീശ ക്ഷേത്രവും ശ്രീകൃഷ്ണൻ്റെ കഥകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട മറ്റ് സ്ഥലങ്ങളിലും നമ്മൾ പോകുന്നുണ്ടാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. ഇത്തരം വീഡിയോകൾ ഇഷ്ടപ്പെടുന്നവരിലേക്ക് വീഡിയോകൾ എത്തിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് എല്ലാവരും കാത്തിരിക്കുക. നമസ്കാരം.